ഇപ്പം എൻ്റെ അച്ഛനൊക്കെ പ്രത്യേകിച്ച് വീട്ടിൽ അന്നൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് പലപ്പോഴും വീട്ടിലുണ്ടാവില്ല. അമ്മയാണ്. ഇപ്പം എൻ്റെ SSLC ബുക്കിൽ അമ്മയുടെ പേരാണ്. കാരണം അച്ഛനൊന്നും എന്നെ സ്കൂളിൽ കൊണ്ടുപോകാനൊന്നും വന്നിട്ടില്ല, അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നൊന്നും അന്ന് തോന്നിയിട്ടില്ല. കാരണം അന്നിപ്പോൾ അതാണ് നോം എന്നുള്ളത് നമ്മുടെ ഒരു ധാരണ. അച്ഛൻ ഇങ്ങനെയാണ് എന്നുള്ളൊരു അത് എനിക്ക് തോന്നുന്നു അമ്മ കുറേയൊക്കെ അത് എൻകറേജ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ബോധം നമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പിന്നീട് ആലോചിക്കുമ്പോൾ അങ്ങനെയൊക്കെ കുറച്ചുകൂടി ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അച്ഛന്മാരെയൊക്കെ കാണുമ്പോൾ അവരൊക്കെ കുറേയൊക്കെ വ്യത്യാസം. അന്നും ഇതുപോലെ ഇപ്പോൾ കാണുന്ന പോലെയുള്ളൊരു കുട്ടികളും പേരൻസുമായിട്ടുള്ള ഒരു കൂടിച്ചേരലൊന്നും വന്നില്ല. എപ്പോഴും ഒരു അകലം ഉണ്ടായിരുന്നു, അച്ഛൻ പ്രത്യേകിച്ചും. അപ്പോൾ അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാക്കരുത് എന്നൊക്കെ എല്ലാ അച്ഛന്മാരുടെയും ഒരു റൂളായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പം അതൊന്നും ബാധകമല്ല. അപ്പം അതുകൊണ്ട് അത് ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ അച്ഛനും മറ്റുള്ളവരുടെ അച്ഛന്മാരും തമ്മിൽ വ്യത്യസ്തരാണെന്നൊരു ബോധം എനിക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ വേറൊരു കാര്യം തോന്നിയിട്ടുള്ളത്, എൻ്റെ അച്ഛൻ ഇനിയിപ്പോൾ രാഷ്ട്രീയക്കാരനല്ലെങ്കിലും അത്രത്തോളം ഇടപഴകുമായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞു. കാരണം ബൈ നേച്ചർ അദ്ദേഹം ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, അധികം വർത്തമാനം പറയാത്ത. അപ്പം ആ രീതിയിൽ ചിലപ്പോൾ അതിനൊന്നും നഷ്ടപ്പെട്ടില്ല എന്നും വേണമെങ്കിൽ പറയാം.